നമസ്കാരം. ഇന്ന് നമ്മുടെ മലയാള സിനിമ റിവ്യൂ ചരിത്രത്തിലെ വേറൊരു രീതി തലത്തിലേക്ക് തിയേറ്ററിനകത്ത് റിവ്യൂ പറഞ്ഞ നമ്മുടെ ആറാട്ടണ്ണ നമ്മുടെ കൂടെ ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആറാട്ടനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ചില ഇന്റർവ്യൂവിനകത്ത് ചോദിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ച് ആറാട്ടണ്ണ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാം. എനിക്ക് നിങ്ങളോട് അസൂയാണ്. അതെന്താണ് അങ്ങനെ പെട്ടെന്ന് എടുത്തു വാക്കിയത്? പോസിറ്റീവ് എനർജി, ഇത്രയും ഗ്ലാമർ ആളെ കണ്ടിട്ടില്ല. ടോവിനോ അല്ലെങ്കിൽ പൃഥ്വിരാജോ മമ്മൂക്കി ആ സ്ഥാനത്ത് കൊണ്ടാടല്ലേ. സഞ്ജയത്തിന്റെ അതേ ലുക്ക് അല്ലേ. ഓക്കെ, താങ്ക് യു. വളരെ ഒരു അഹങ്കാരവും ഇല്ല, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എപ്പോഴും ഹാപ്പി ആയിട്ട് ഇങ്ങനെ ആളെ കണ്ടിട്ടില്ല. ഈ ഹാപ്പി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ. അപ്പം നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനവും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതായത് എടുത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അപ്രോച്ചാണ്. അപ്പം ഈ അണ്ണനെ നിങ്ങളുടെ ഗ്ലാമർ ഇപ്പൊ എത്ര പെൺകുട്ടികൾ എന്റെ പറയാറുണ്ട്. ഓ, എനിക്ക് വയ്യ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ചോദ്യങ്ങള് നിങ്ങളുടെ കുടുംബകാലം ഉണ്ടാക്കുന്നില്ല. നമ്മളിപ്പോ ഏത് പെൺകുട്ടി വന്നാലും അക്സെപ്റ്റ് ചെയ്യാതിരുന്നാ മതിയല്ലോ. ചിരിച്ചു വിട്ടാ തീർന്നു. മമ്മൂക്കിയുടെ അതേ വേസ് ആണ്. മമ്മൂക്കി പോലെ ഗ്ലാമർ എനിക്ക് വയ്യ, എന്നെ അങ്ങ് പൊക്കി ഉള്ളാരും പറഞ്ഞ. അപ്പം എന്തായാലും ആറാട്ടണ്ണന്റെ കോംപ്ലിമെന്റ് കൊള്ളാം, സൂപ്പർ, താങ്ക് യു. അപ്പൊ നമ്മള് കൊന്നിട്ടുണ്ട്. ശരിക്കും ആറാട്ടണ്ണ ഇപ്പം പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അണ്ണൻ ഇറങ്ങി കുറെ ഇന്റർവ്യൂ കുറെ കാര്യങ്ങൾ കൊടുത്തു. പിന്നെ തിയേറ്റർ റിവ്യൂസ് ഒക്കെ കുറെ ആയി ഇങ്ങനെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് കുറെ ടീമുകൾ വന്നപ്പോ അവരൊക്കെ അണ്ണനെ പിന്നെ താഴെയാക്കിയിട്ട് അവര് മുകളിൽ കയറി എന്നുള്ള തോന്നലൊക്കെ ഉണ്ടോ? ഇടയ്ക്ക് വന്നിട്ടുണ്ട്. പുഷ്പ അല്ലെങ്കിൽ പേരല്ല മീഡിയ അവരിലേക്ക് പോകാറുണ്ട്. തിയേറ്റർ റിവ്യൂ തുടങ്ങിയ ആള് ഞാനാണ്. അത് കഴിഞ്ഞ ഇടയ്ക്ക് ഇവർക്ക് കോമാളിത്തരാണ്. ഇപ്പൊ പണ്ടത്തെ തിയേറ്ററിൽ ഇപ്പൊ റിവ്യൂ അല്ല നടക്കുന്നത്, വെറും കോമാളിത്തരാണ്. അത് പെരേര വന്നതുകൊണ്ട് അങ്ങനെയായി. ഈ കോമാളിത്തരം കണ്ടപ്പോ അണ്ണൻ എന്താണ് തോന്നുന്നത്? അതായത് സ്വാഭാവികമായിട്ട് പിന്നെ എന്തൊക്കെ എനിക്ക് കോമാളിത്തരം കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് അണ്ണന്റെ എഡ്യൂക്കേഷന്റെ എവിടെയൊക്കെയായിരുന്നു? ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചാണ് രാജ്യത്തിലുള്ള. ഇപ്പൊ ഡോക്ടറേറ്റ് ചെയ്യുന്നു, PhD ചെയ്യുന്നു. 3 ഓൾ ഇന്ത്യ സ്കോളർഷിപ്പ് ഉണ്ട്. IIT അഡ്മിഷൻ കിട്ടിയതാണ്. IIT അഡ്മിഷൻ കിട്ടിയിട്ട് അപ്പൊ എന്റെ ഫാദർ മരിച്ചുപോയി, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ IIT അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഒരു പഠിപ്പിസ്റ്റ് ഒരു പഠിപ്പിസ്റ്റ് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് നമുക്ക് അറിയപ്പെടാം. ചെറുപ്പത്തിൽ പഠിത്തവും ക്രിക്കറ്റായി, പിന്നെ പഠിത്തവും ഫിലിമുമായി. ഫിലിമിലേക്ക് വന്ന് ഇതിനു മുന്നേ ക്രിക്കറ്റ് ഭയങ്കര താല്പര്യമായി പണ്ട്. ഈ ട്രോളിനകത്തൊക്കെ ഈ ഏതോ ഒരു സിനിമക്കകത്ത് ബെഞ്ചിൽ ഇരിക്കുന്ന കറക്റ്റ് ട്രോൾ അത് പുതിയ മുഖം. പക്ഷെ അത് ഞാൻ അഭിനയിച്ചല്ല. ഞാനല്ല പുതിയ മുഖത്തില്. അത് ഭയങ്കര കുറെ വൈറലായി പോയതാണ്. ഞാൻ പണ്ട് പറഞ്ഞ പല കാര്യം ഇപ്പൊ ഓടുന്നുണ്ട്. എന്റെ ഏറ്റവും ഒരു കുഴപ്പമാണ് ഞാൻ എല്ലാം തുറന്നു പറയും. ഔട്ട് സ്പോക്കനാണ് 100%. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളുണ്ട്. ശത്രുക്കളില്ലാത്ത മനുഷ്യന്മാരില്ലാത്ത ശത്രുക്കൾ. കുറച്ച് ഡിപ്ലോമാറ്റിക് ആയാല ജീവിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ചില കോമാളിത്തരം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. കോമാളിത്തരം നേരെ കണ്ട് ഇപ്പൊ അണ്ണന്റെ വേറൊരു കാര്യം എനിക്ക് ഇപ്പോഴും ചില വിവാദങ്ങളല്ല, പിന്നെ ചില കാര്യങ്ങൾ. അതായത് അണ്ണൻ ഒരു ബൈക്ക് ഓടിച്ചു പോകുമ്പോ മസാജ് പാർലറിലോ അങ്ങാണ്ട് പോകുമ്പോ അതിന്റെ പുറകെ ക്യാമറ ആയിട്ട് വന്ന് അണ്ണൻ ഒരു ബൈക്ക് തിരിച്ചു പോകുന്ന ഒരു വീഡിയോ അതാണ് ഞാൻ കണ്ടിട്ടില്ല. അതെനിക്ക് അങ്ങനെ തോന്നി. അത് അതിൻ്റെ അകത്ത് ഒരു ചാനൽ പറയാനായിട്ട്. പക്ഷെ അണ്ണന് മനസ്സിലായ ചാനൽ ഉണ്ടെന്ന്. അങ്ങനെ അണ്ണൻ പറയും പാർലറാണോ വേറെ ഒരു കണ്ടു പോയത്, ആ രീതിയിലാണ് പ്രചരിച്ചിരുന്നത്. ഇത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. അണ്ണനൊരു ചുവപ്പ് വണ്ടിക്കകത്ത് സ്ഥിരമാണ്. അതിനകത്ത് രാത്രിയാണ് രാവിലെ ഒരു വൈകുന്നേരം ടൈമാണ്. അതിങ്ങനെ പോയി കറക്റ്റ് ആ വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു വീഡിയോ എടുത്തത് എന്നിട്ട് അണ്ണൻ ആരുടെ വിളിച്ചു പറഞ്ഞു. പിന്നെ രാത്രിയാണ് രാവിലെയാണല്ല, എനിക്കത് ഇത്ര ചെയ്താനിട്ട വീഡിയോ ആണ്. ഒന്നുമില്ല വേറെ ഏതോ ഒരു ചാനൽ കയറിട്ടാണ് അണ്ണനൊക്കെ. അതെ എനിക്ക് മനസ്സിലായി. അതെ അത് ആ ഒരു വീഡിയോ അതിനെ കുറിച്ച് കണ്ടിട്ടേ ഇല്ല. അത് വളയ്ക്കുന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എനിക്ക് വളച്ചിട്ടുണ്ടാവും, പക്ഷെ ഇത് ആദ്യം കേൾക്കണ്ടായിരുന്നു ഈ സംഭവം. ഇത് ഓൾറെഡി അതിനകത്ത് കമന്റിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരുപാട് വീഡിയോസ് എടുക്കുന്നുണ്ട്. നമ്മൾ വണ്ടി പഠിച്ച് മൊബൈൽ എടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത പരിപാടിയൊക്കെ എന്താണ് ഇപ്പൊ അടുത്ത നെക്സ്റ്റ് പ്ലാൻ? മീൻസ് സിനിമ അത് ഞാൻ കണ്ടായിരുന്നു. പിടിച്ച് കുത്തിനെ പിടിച്ച് നിർത്തിട്ട് നീ നല്ല സിനിമ എന്നൊക്കെ പറയിപ്പിക്കുന്ന ഒരു സെറ്റപ്പ് അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി അടുത്ത പടമൊക്കെ ഇതാ
അങ്ങനെ വല്ലല്ലോ ബസൂക്കയില് ചെറിയ റോൾ ചെയ്തു, പക്ഷെ ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങി. ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങി. ബസൂക്ക മറ്റേ കുറെ കുറ്റങ്ങൾ പറയുന്നത് കേട്ടല്ലോ, എന്താണ് ആക്ച്വലി അതിന്റെ സംഭവം? ബസൂക്ക് കുഴപ്പമില്ല, ഉഗ്രൻ ടീമാണ്. ബസൂക്ക ഉഗ്രൻ ടീമാണ്, എന്തോ പിന്മാറാൻ അത് ഫസ്റ്റ് അതാണ് എനിക്ക് ഡ്രസ് മാറാൻ സ്ഥലം കിട്ടിയത്, അത് ആ പ്രോബ്ലം വന്നു. ഫസ്റ്റ് ദിവസം ഞാനിപ്പോ ഷൂട്ട് ചെയ്തതാണ്, ഗൗതമേനോടൊപ്പം ഷൂട്ട് ചെയ്തത്, ഗൗതമേനോടും സിദ്ധാർത്ഥ് പറഞ്ഞല്ല. രണ്ടാമത് ഡ്രസ് മാറാൻ സ്ഥലം കിട്ടിയില്ല, അപ്പൊ അങ്ങനെ പോയതാണ്. അല്ലാതെ എനിക്ക് ഒരു നല്ല ടീമാണ് ഉഗ്രൻ. ബസൂക്ക സൂപ്പർ ഹിറ്റായിരിക്കും. അങ്ങനെ ഒരു ചെറിയൊരു ഇത് വന്നായിരുന്നു. അപ്പൊ അത് എനിക്ക് ഏറ്റവും മണ്ടത്തരമാണ്. അത് അതെ അതെ. അപ്പൊ അങ്ങനത്തെ ഒരു പടത്തിനകത്തൊക്കെ പതിക്ക് പോകുന്ന ഒരു ഇതാണ്. പിന്നെ അണ്ണനെ ഈ ആരെങ്കിലും കാണുമ്പോ അല്ല രീതി കളിയാക്കുക, ഇറങ്ങി പോടാ ഇവിടുന്ന്, അങ്ങനത്തെ ഒക്കെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ അനുഭവങ്ങളൊക്കെ? ഇറങ്ങി പോടാ ഇറങ്ങി പോടാ ഉദ്ദേശിച്ച് പറഞ്ഞാൽ കളിയാക്കൽ അതൊക്കെ അനുഭവിക്കുന്നു. അത് മാത്രമേ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്. ഈ പെൺകുട്ടികളെയൊക്കെ ഒന്നും തിരിച്ചു പറയത്തില്ല. പറഞ്ഞ കേസാവും 100%. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ നിയമം പെണ്ണുങ്ങൾക്ക് അനുകൂലമുണ്ട് പ്രതികൂലമുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ നുടുമല്ല ചേച്ചിട്ടായിട്ട് ആളെ അത് എന്റെ പേര് കള്ള കേസാക്കാൻ പോയി. ഞാൻ ആളെ കണ്ടിട്ടുള്ളൂല്ല. വേറെ കേസ് ട്രാൻസ്ഫർ, അത് ആളെ കണ്ടിട്ടുള്ളൂല്ല. ഇപ്പൊ ഇവർക്ക് നിയമം അനുകൂലമായിട്ട് നമുക്ക് ഭയങ്കര പണിയാണ്. എപ്പോഴാ പണി കിട്ടണ അറിയില്ല. അതിപ്പോ എത്ര പേർക്ക് ഇപ്പൊ വിജയ് ബാബു, അമറിലൂടെ എത്ര പേരെ വിട്ടുപോണ്. ഈ സെലിബ്രിറ്റീസ് ഭയങ്കര പ്രയാസമാണ്. ഇന്നത്തെ ആണുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. കേരളത്തില് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയി ഒത്തുപോകും. ലിവിൻ ടു ഗേൾഫ്രണ്ട് അയച്ചാൽ പീഡനാരോപണം. ആണുങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെ കുറിച്ച് അണ്ണന്റെ അഭിപ്രായം എന്താ? കല്യാണത്തെ കുറിച്ച് ഞാൻ ഒരുപാട് പ്രപ്പോസൽ ചെയ്തിട്ടുണ്ട്. നടിമാർ മാത്രമൊന്നല്ല, ഒരുപാട് പേരാണ്. പക്ഷെ ഇതുവരെ ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. നടിമാരെ പ്രപ്പോസലിന്റെ ബഹളമാണ്. അത് എവിടെ ഞാൻ ഡൗട്ട് വെച്ചിട്ട് ഏതൊരു സിനിമ കൊണ്ട് തീർച്ചയായും ആ നടിയോട് പ്രത്യേക ക്രേസ് തോന്നി. അത് അല്ല, ഏതൊരു സിനിമ ഇറങ്ങിയാലും അണ്ണൻ അങ്ങനെ ഒരു ഫീൽ ഒരിക്കലും ഇല്ല. ക്രഷ് ആർക്കും വരാം. അല്ല, ഞാൻ പറഞ്ഞ അണ്ണൻ ഈ ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി. എനിക്ക് ഒരു വീഡിയോ ഉണ്ടല്ലോ, നടി മീനയ്ക്ക് ജീവൻ കൊടുക്കാം. അത് പണ്ടത്തെ പറഞ്ഞാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോഴും തയ്യാറാണ്. എനിക്ക് ഡിവോഴ്സ് ചെയ്യാൻ കുട്ടിയുടെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അണ്ണനിക്ക് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ആലോചന ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുമോ? പിന്നല്ലോ, ചിലരെല്ലാം ഇഷ്ടമാണ്, പക്ഷെ പേര് പറയില്ല. പറഞ്ഞ പ്രശ്നമാണ്. ഇഷ്ടമുള്ളവരുടെ പേര് കേസ് കൊടുക്കുന്ന പാർട്ടീസാണ്. ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പൊ കോടതി ഇപ്പോഴും കണ്ടൊരു ഉത്തരവ് വന്നിട്ടുണ്ട്, ഐ ലവ് യു. എനിക്കത് ഒരാൾ കേസ് കൊടുക്കാൻ പോയതാണ്, അത് പറയാനില്ല. അതാണ് ഐ ലവ് യു പറയാൻ പറ്റും. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ കഷ്ടാലെന്ന് പറഞ്ഞില്ലേ, പെണ്ണുങ്ങൾക്ക് ആ നിയമം മുഴുവൻ അനുകൂലം. ആ ഒരു കേസ് ഇപ്പൊ ഞാൻ ട്രാൻസ്ജെൻഡർ കേസ് ആളെ കണ്ടിട്ടുള്ളൂ ഇല്ല. എന്റെ പേര് ആളെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഫോൺ നമ്പർ ഇല്ല, ഒരു ഉണ്ടല്ല. ഞാൻ അവരെ കാണുന്ന ഈ കേസിന്റെ ഇത് ടി വിയിൽ വരുമ്പോഴാണ്. എന്നിട്ട് ഞാൻ പെട്ടുപോയി. എത്രാം പ്രതിയായിരുന്നു? ഞാൻ 3-ാം തീയതി. എന്റെ ഫോട്ടോ മാത്രം കാണിച്ചിരിക്കുന്ന. അന്റെ അടുത്ത ഒരു കോമഡിയാണ് പെരേര പറയുന്നത്, പുള്ളിയുടെ ഫോട്ടോ ചെറുതായി പോയാണ്. പുള്ളിയുടെ ഫോട്ടോ ചെറുതായി പോയി, ആറട്ടിൽ അത്ര വന്നില്ല. ഞാനാണ് മുഴുവൻ നാറിയത് ഒരു ദിവസം മുഴുവൻ. ഇത് ഭയങ്കര പ്രയാസമാണ് ഈ പെണ്ണുങ്ങളെ. ഇപ്പൊ എപ്പോഴാണ് കേസ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളല്ലേ ഇങ്ങനെ സമയം അറിയില്ല, ഇത്ര സുന്ദരനായിട്ടാണ് നോക്കുമ്പോ. എനിക്ക് വയ്യ, നമ്മളെ അങ്ങ് പുകഴ്ത്തല ഉള്ള കാര്യം പറഞ്ഞാ. അണ്ണാ ഈ എന്തൊരു ഹൈറ്റാ? 6'3" ഞാൻ 6'3" ഉണ്ട്. എനിക്ക് ഹൈറ്റ് ഉണ്ട്, പക്ഷെ ഗ്ലാമർ ഇല്ല. അണ്ണാ ഈ ഗ്ലാമറിനകത്തൊക്കെ ഗ്ലാമറിനെ ഇപ്പത്തെ പെണ്ണുങ്ങൾ നോക്കുന്നത് അതൊക്കെയാണ്. 6 pack ബോഡി, 6 feet, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. നമുക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും വരാത്തത്. ഇപ്പൊ നിങ്ങളുടെ ലുക്ക് എനിക്കുണ്ടായിരിക്കാം. ഞാൻ ഇങ്ങനെ മൊബൈലാണ് എത്ര പേരായിട്ട് പുറകെ വന്നാണ്. അണ്ണ അങ്ങനെ നമുക്ക് ഒരിക്കലും എനിക്ക് ആ അണ്ണ പറഞ്ഞത് യോജിക്കാത്തെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ. പണ്ടും അങ്ങനെ തന്നെയാ. പണ്ട് ജയൻ, ഞാൻ ജയൻ, മമ്മൂട്ടി, പൃഥ്വിരാജ്, ടോവിനോ, ഇവർക്കെല്ലാം പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. ടോവിനോട് എത്ര ഫാൻസാണ്. അണ്ണാ അതൊരു സിനിമ താരമായിട്ടാണ് അവർക്ക് ഇഷ്ടം. നോർമലി അങ്ങനെ ഒരു പേഴ്സണെ അങ്ങനെ ആരും ഒരാളെ അങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നാളെ ഞാൻ ഒരു പെൺകുട്ടി പറ്റും, പുള്ളിക്കാർ പറഞ്ഞു പുള്ളിക്കാർ 6 pack ബോഡി, 6 pack മസിൽ, 6 feet ഉള്ള ആൾക്കാരെ മതിയെന്ന്. എന്നാ പിന്നെ അവള് നേരെ ജിമ്മിൽ പോയി കല്യാണം കഴിക്കാൻ പ്രശ്നം കഴിഞ്ഞു. പക്ഷെ അങ്ങനെയാണ് ജനറലി. പണ്ട് ജയനല്ല എന്തൊരു ഫാൻസ് ആയിരുന്നു. പിന്നെ എന്റെ അമ്മയില് മമ്മൂട്ടി ഫാനായിരുന്നു. പിന്നെ ഇപ്പൊ പുതിയ ജനറേഷൻ പൃഥ്വിരാജ്, ഇപ്പൊ ടോവിനോ ടൈമാണ് ഇപ്പൊ. ടോവിനോ ടൈം ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അത് ഇപ്പൊ ടോവിനോ ആയാലും ആരായാലും ഗ്ലാമറുള്ള സിനിമയ്ക്കകത്ത് വന്നാൽ മാത്രമേ അവർക്ക് അതിന്റെ മാർക്കറ്റ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മള് അങ്ങനെ വന്നിട്ട് ഇപ്പൊ ആ ഒരു ഗ്ലാമർ ഉണ്ടെങ്കിൽ ഇപ്പൊ എത്ര പെണ്ണുങ്ങൾ പറയുക വന്നേനെ. അത് പുറകെ വരും. എനിക്ക് അങ്ങനെ ഉണ്ടോ? അങ്ങനെയുണ്ട്. ഇല്ലെന്നാ പെണ്ണുങ്ങൾക്ക് ഗ്ലാമർ പുറകിലൊക്കെ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ വരുന്നുണ്ട്. അണ്ണൻ കാണാത്തയാ. എന്നെ കളിയാക്കലാ.
ഞാൻ ഒരുപാട് ഡെയിലി അല്ലണ്ണാ, എത്ര പേര് കളക്ട് ആ പെണ്ണുങ്ങൾക്ക് അങ്ങനല്ല, പെൺകുട്ടികൾ ചിന്തിക്കുന്ന 4 പേര് അറിയുന്ന കൂടൊക്കെ സഹകരിക്കുക, മിണ്ടുന്ന, സംസാരിക്കുന്ന. ഞാൻ ഇനി അത് പറയാൻ പോകുന്നത് 1000 കോടിയുള്ള ആസ്തിയുള്ള ആളാണ്. അങ്ങനെ പറഞ്ഞ പേര് ചിലപ്പോ മേ ബി ഇതിനകത്ത് ഗ്ലാമർ പെണ്ണുകൾ ഭയങ്കര ബുദ്ധിമുട്ടായി. നമുക്കൊരു ബാറ്റ് വരുമ്പോ അവരുണ്ടാവില്ല. പണം ടേപ്പിന്റെ ആൾക്കാരാണ്. പണം മതി. പണം മതി. പണം എന്ന് പറഞ്ഞാൽ പണവും ഗ്ലാമറും. പണം ലുക്ക്. നമ്മൾ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയുന്നത് ഏത് എത്ര വലിയ ഭക്ഷണം നമ്മുടെ ആനയിലെക്കാട് പെണ്ണുങ്ങളാണ് ഇങ്ങനത്തെ ആയാലും നോക്കുന്നത്. അതാ പറഞ്ഞത്, നമ്മൾ വയറ് നിറഞ്ഞു ഒരിക്കലും വേണ്ട എന്ന് പറയുന്നത് എത്ര വലിയ കൂടിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞ വേണ്ട. പക്ഷെ നമ്മൾ പണം എന്ന് പറഞ്ഞ സാധനം വേണ്ട എന്ന് പറയാം. അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ പോലെ പറഞ്ഞാൽ ആ പണം ഉണ്ടെങ്കിൽ ഈ അണ്ണൻ പറഞ്ഞു വരും. അണ്ണന് ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ടല്ലോ. അണ്ണന്റെ ആസ്തി ഒരുവിധം എല്ലാവർക്കും അണ്ണന്റെ ആസ്തി അറിയാം. അണ്ണൻ അത് വിട്, അണ്ണൻ നല്ല ആസ്തി ഉണ്ട്. പക്ഷെ എന്റെ കാര്യം ആള് വരുന്നില്ല ഇതുവരെ. എനിക്ക് ഞാൻ പ്രേമിക്കുന്ന പെൺകുട്ടിക്ക് എന്നോട് തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ അണ്ണനിക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ണനിക്ക് ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നിട്ടില്ല. ഇത് ഗേൾഫ്രണ്ട് പോലും ആയിട്ടില്ല. അതാണ് പ്രശ്നം. എന്റെ അണ്ണ ഗേൾഫ്രണ്ട് ആയിട്ടില്ല, ലവർ ആയിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അണ്ണന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം അത് ഇത്രയും വൈറലായി 3 വർഷം ഇനി ഇതുവരെ വന്നിട്ടില്ല. ഇനി വരും അണ്ണ. കാരണം നമ്മളിപ്പോ ഏജ് ഓവറായി. ഇല്ല, നമ്മുടെ സബ്സ്ക്രൈബർ കൂടുതലും ലേഡീസുകളാണ്. എനിക്ക് പെരേരക്ക് കുറെ ഇതുണ്ട്, എനിക്ക് കുറവാണ്. 90% ആണുങ്ങളാണ്. ഞാൻ നോക്കിയില്ല, അനലിറ്റിക്കൽ നോക്കിയില്ല. അതല്ല ഇപ്പൊ നമ്മുടെ ചാനലിനകത്ത് കൂടുതലും വിദേശത്തുള്ള ഞാൻ അവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒക്കെ ഉള്ള കുറെ ലേഡീസുകൾ കോളേജിൽ എന്നെ ഫോൺ വിളിക്കും വെക്കുന്ന ആണെങ്കിലും പെണ്ണുങ്ങൾ വിളിക്കുന്നത് വളരെ കുറവാണ്. അണ്ണന് തോന്നുക അണ്ണ എന്താണെന്നറിയോ അണ്ണനിക്ക് വേറെ പ്രേമം ഉണ്ടെന്നും പറഞ്ഞ പല പെണ്ണുങ്ങളും മുട്ടാത്ത അണ്ണൻ അറിയത്തില്ല. അത് നിങ്ങളുടെ കേസ്, ഒരിക്കലും അല്ല. അത് അണ്ണനിക്ക് വേറെ പ്രേമം ഉണ്ട്. അണ്ണനിക്ക് വേറെ പെൺകുട്ടി പണ്ടെന്തറിയോ, അവർക്ക് മാമുക്കായി പണ്ട് കാണാൻ ചിരി വരും. അതേപോലെ എന്റെ മുഖം എടുത്ത് അവർ നോക്കി അവർക്ക് സ്ട്രെസ് റിലീവർ ചിരി വരുമോ. എത്ര വിഷമുള്ള സമയത്താണ് ചിരി വരും. അണ്ണാ ഒരാളെ ചിരിപ്പിക്കാനുള്ള ആർക്ക് ദേഷ്യമൊന്നുമില്ല, ചിരിയാണ് എല്ലാവരും. ഞാനിപ്പോ അണ്ണനെ ഇപ്പൊ വന്നപ്പോ അണ്ണൻ ഞാൻ ആദ്യമായിട്ടില്ല. ഞാൻ സിനിമയിൽ കയറിയാലും ജഗദീഷ് ശ്രീകുമാറായിട്ട് മാറാം. അണ്ണൻ സിനിമ അതാ പറഞ്ഞേ. അണ്ണനിക്ക് അറിയാത്ത അണ്ണന്റെ ഡയലോഗും പറയണ്ടേ, വെറുതെ എന്ന് കൊടുത്താൽ മതി. അണ്ണനിക്ക് ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട്, അണ്ണൻ അറിയാത്ത. അല്ലെ അണ്ണൻ അത് വേണ്ടെന്ന് പറയുന്നത് എന്റെ അറിവില് അണ്ണന്. കാരണം ഇത്രയും സെലിബ്രിറ്റിയായി ഇത്രയും പിന്നെ പടർന്ന് പന്തളിച്ച ഒരു റിവ്യൂവറിന് ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള ആൾക്കാരില്ല ഇവിടെ. എനിക്ക് അതാണ് മനസ്സിലാവാത്ത. എനിക്കില്ലെന്ന് പെരേരയ്ക്കുള്ളെന്ന് പറഞ്ഞാൽ പെരേരയുടെ ഇടക്കാലം കൊണ്ടുള്ള ഡാൻസ് കൊണ്ട് വീണായിരിക്കും. അതല്ല ഞാൻ പറഞ്ഞ അണ്ണനിക്ക് വീണില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അതാണ് പ്രശ്നം. ഞാൻ എല്ലാ കാര്യം തുറന്നു പറയും. ഈ അണ്ണനിക്ക് ആദ്യം കാണുന്ന പെണ്ണിനെ ഇതുപോലെ പ്രപ്പോസൽ ചെയ്തിട്ട് സിനിമയ്ക്കകത്തായാലും ഉള്ള കാര്യം അപ്പം തുറന്നു പറയും. അതെങ്ങനെ? അതാണ് പ്രശ്നം. പെട്ടെന്ന് പറയും. ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് ആണ്. അതാണ് ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്. റിജക്ട് ആവും. അപ്പൊ അണ്ണനൊരു ട്രെയിനിങ്ങിന്റെ ഒരു വളയ്ക്കാൻ അറിയില്ല. വളയ്ക്കാൻ ഞങ്ങള് ഫോട്ടോ വെച്ചില്ലേ, അവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ നല്ല മൈലെണ്ണ കിട്ടും. അത് അണ്ണനുണ്ട്. അണ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ ഫേമസ് ഇത്ര ഹിറ്റായ ഒരാൾക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാൻ ആർക്കെങ്കിലും വിശ്വാസം. നമ്മുടെ ഇപ്പൊ സെറ്റപ്പ് പറഞ്ഞ സന്തോഷ് പണ്ഡിറ്റ് ആ സ്റ്റൈലാണ്. സന്തോഷ് പണ്ഡിറ്റ് ഒരു കോമാളി ഇമേജ് ഉള്ള മീഡിയക്കാർ അങ്ങനെ ആക്കിയതാണ്. ഇനിയിപ്പോ നമുക്കിപ്പോ അടുത്ത സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ അടുത്ത സിനിമ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ഏതെങ്കിലും ബസൂക്ക എല്ലാം ഉള്ള വിപിനാറ്റിന്റെ പടം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. വിപിനാറ്റിലെ പടം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഏതാണ് അടുത്ത വർഷം വിനയ ഫോർട്ടിന്റെ പടമുണ്ട്. സോമനും കൃതാവാണ് ആ ഫിലിം ചെയ്താണ്. പിന്നെ സീക്രട്ട് ഏജന്റ് പടം പിടിവെച്ചിട്ടുണ്ട്. അതിൽ അഭിനയിക്കാൻ പറഞ്ഞു. സീക്രട്ട് ഏജന്റ് ഇതൊന്നും നമ്മളുടെ കഴിവ് കൂട്ടുന്നത് ഒരു പോപ്പുലായിട്ട് ഉപയോഗിക്കലാണ്. തീർച്ചയായിട്ടും. അല്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ആക്ടിങ്. നിങ്ങൾ മുമ്പ് ഡയലോഗ് എന്നാലും ഓർമ്മയുണ്ട്. കാരണം നിങ്ങളുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചിരി വരുമെന്ന്. ആ സിനിമയ്ക്കകത്ത് ആ ക്യാരക്ടർ ഒരു അന്ന് ഞാൻ കൈയടിയായിരുന്നു. അപ്പൊ അതേപോലെ ഉള്ളു. അല്ല സീക്രട്ട് ഏജന്റ് പടം പ്രൊഡ്യൂസ് ചെയ്തു, ഡയറക്ട് ചെയ്യുന്നുണ്ട്. സീക്രട്ട് ഏജന്റ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡയറക്ടർ പറഞ്ഞു ആണോ? അതിന്റെ ക്യാരക്ടറൊക്കെ അല്ല അത് ഒരു ക്യാരക്ടർ ഉണ്ട് പറഞ്ഞു. അങ്ങോട്ടല്ല. പിന്നെ അടുത്ത ജീവിതമൊക്കെ നന്നായിട്ട് പോകുന്നു. ജീവിതം നന്നായിട്ട് പോകുന്നു. പക്ഷെ നമുക്കൊരു ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത അണ്ണന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗേൾ ഫ്രണ്ട് ഇല്ല. അണ്ണന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിനിമയോ അല്ലെങ്കിൽ പിന്നെ ഈ മറ്റുള്ള അതായത് സിനിമ, ജീവിതം, പൈസ, ഫുഡ്, കൂട്ടുകാർ ഇതൊന്നുമല്ല. അണ്ണനിക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ടൊരു ഗേൾ ഫ്രണ്ട് ബോയ്സിൽ പാട്ടില്ലേ, ബോയ്സ് സിനിമയിൽ പാട്ടില്ല. അത് ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യണ്ട,
കുറച്ച് റീൽസ് എടുത്തിട്ട് ഈ ഒരു 10 പാട്ട് അടുപ്പിച്ച് എനിക്കൊരു ഇടയ്ക്ക് ഡ്രസ്സിംഗ് മാറ്റി, ഇടയ്ക്ക് ഡ്രസ്സിംഗ് വളരെ മോശമായി. ഒരു ടീഷർട്ടും ഒരു ബ്ലൂ ടീഷർട്ട് ലേലത്തിനൊക്കെ അത് 1982 ഇറങ്ങിയ ടീഷർട്ട് എല്ലാവരും ചേട്ടൻ ടീഷർട്ട് വാങ്ങി കൊടുക്കാൻ പറഞ്ഞ് ഇറങ്ങിയായിരുന്നു. ഇപ്പൊ ടീഷർട്ട് നടക്കുന്നത്. പക്ഷെ അതൊരു ബ്രാൻഡായിരുന്നു, ലേലത്തിന് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനിയിപ്പോ അണ്ണനിക്ക് ഇപ്പൊ അർജന്റായിട്ട് വേണ്ടത് സിനിമയോ പൈസ, ഗേൾ ഫ്രണ്ടാണ്. ഗേൾ ഫ്രണ്ട് ആണ് അണ്ണൻ. അണ്ണന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ചോന്ന് അണ്ണൻ പറഞ്ഞു. എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ അല്ല, വേറെ ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ അണ്ണൻ ഫോൺ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ചിലപ്പോ ഞാൻ ഫോൺ എടുത്ത് തിരികേക്കലോ അറിയില്ല. പല പെൺകുട്ടികളും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. 1-2 പറഞ്ഞോ? ഞാൻ എടുക്കാറുണ്ട്. എന്നെ ഇപ്പൊ കൂടിയ ഒരു 8 പെണ്ണുകൾ വിളിച്ചിട്ടുണ്ടാവും. ചുമ്മാ ഉണ്ടല്ലോ 1000 പെണ്ണുങ്ങൾ. അത് പക്ഷെ പെരേരെ വിളിക്കേണ്ട പറഞ്ഞു. ആണോ? അതവന്റെ ഇടംകാലം കൊണ്ടുള്ള പരിപാടി കൊണ്ടാ. അണ്ണൻ അങ്ങനത്തെ പൈസൊക്കെ വേണ്ട അണ്ണ. ഇപ്പൊ പടമൊക്കെ ഇറങ്ങട്ടെ. ഇപ്പൊ എന്തായാലും അടുത്ത പ്രൊജക്ടുകൾ നല്ല രീതിയിൽ നല്ല നല്ല റോളുകളൊക്കെ വരട്ടെ. പിന്നെ അടുത്ത എന്തായാലും ഈ വർഷം എന്നാലും 2-3-4 പടം സിനിമകൾ പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല ക്യാരക്ടറായിട്ട് തന്നെ നല്ല. അപ്പം നമ്മുടെ കൂടെ ഇന്ന് ആറാട്ടണ്ണന് ഇപ്പം കുറെ സിനിമ ഈ വർഷം എത്ര സിനിമ ആണ്? ഒരു 3-4 സിനിമ ഈ പ്രാവശ്യം ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ ആറാട്ടണ്ണ ഇന്ന് നമ്മുടെ കൂടെ ഇത്ര സമയം ടൈം സ്പെൻഡ് ചെയ്ത്. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, പെൺകുട്ടികൾ ആണെങ്കിൽ നേരിട്ട് ഫോൺ വിളിക്കുക. അതാ വീണ്ടും പറയാം, ഇങ്ങനെ പറയുമ്പോഴത് എന്റെ പറയുക. ഞാൻ കല്യാണം കഴിച്ച എനിക്കൊരു കുട്ടിയുണ്ട്. അതാണ് നിങ്ങൾക്ക് അബദ്ധം. എനിക്കൊരിക്കലും അബദ്ധമല്ല അത്. അല്ലെങ്കിൽ എത്ര പെണ്ണുകൾ പറയുക കാസറോയിട്ട് പറയാല്ല. നമുക്ക് പെണ്ണുങ്ങൾ ഇത്ര ഹൈറ്റും ഇത്ര ഭംഗിയും സിനിമയിലൊക്കെ ഇങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കുന്ന പ്രൊഡക്ഷൻ. നിങ്ങൾ സിനിമ അഭിനയിച്ച അടുത്ത ടോവിനോ ആണ്. എനിക്ക് വയ്യ, എന്നെ ഇന്നുകൊണ്ട് വീണ്ടും പറഞ്ഞു വിപ്പിക്കും. അല്ല നിങ്ങൾ ഭയങ്കര എന്ത് പോസിറ്റീവ് ആണ്, വളരെ ജോളി ആയിട്ട് മനുഷ്യൻ. നമ്മള് ജോളി ഉണ്ടാക്കുന്നതല്ലേ, ആ ജോളി അല്ല വിഷം, അതല്ല ആ ജോളി അല്ല. അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ കൂടെ ആറാട്ടണ്ണന് ഇത്രയും പോസിറ്റീവ് ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല, ഫിസിക്കലി മെന്റലി എല്ലാം. അപ്പൊ താങ്ക് യു വെരി മച്ച്. ആറാട്ടണ്ണനോടുള്ള ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ ആണ് നമ്മുടെ. ഇനിയും പ്രതീക്ഷിക്കാം, ഇനിയും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇനി അടുത്താണ് ഒരു ആങ്കർ, ഒരു ലേഡി പെൺകുട്ടിയെ ആങ്കർ വെച്ച് ഇന്റർവ്യൂ ചെയ്യാം. എന്നിട്ട് ഞാൻ അതിന്റെ കുറെ കേസും പറഞ്ഞ് നടക്കും. അപ്പൊ ഞാൻ ലേഡി ആങ്കറിനെ വെച്ചിട്ട് നിങ്ങൾ വേണം, ലേഡി ആങ്കർ അത് കുഴപ്പമില്ല, നമുക്ക് വേണ്ടത്. നമുക്കിപ്പം നമ്മള് പ്രൊഡക്ഷൻ കമ്പനി ഇങ്ങനെ സ്റ്റാർട്ട് 2ാമത്തെ പടമാണ് ഇനി എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ അതിന്റെ പരിപാടി കളിക്കുക. അപ്പം നമ്മുടെ സ്റ്റുഡിയോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ റിലാഗരോ സ്റ്റുഡിയോ ആണ് നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കത് അത്യാവശ്യം പ്രൊഡക്ഷനും ഉണ്ട്. അതിന് എങ്ങനെ കഥകളൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്, കമ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളോട് ആറാട്ടം എന്തായാലും വന്ന സ്ഥിതിക്ക് ഇപ്പൊ ഇനിയിപ്പോ നമ്മള് പടമൊക്കെ എടുക്കുമ്പോ നമുക്ക് പിന്നെ അപ്പൊ ഡേറ്റ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് അവിടെ പറയാണ്ട. ഇപ്പൊ തന്നെ ആള് ഭയങ്കര ബസ്സൊക്കെ ഭയങ്കര ബിസി. ഇനിയിപ്പോ എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ ഇനിയിപ്പം ഇത് കേട്ടോണ്ട് ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളൊക്കെ വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആറാട്ടം എല്ലാരും പറയും നമുക്ക് ആറാട്ടം വേണ്ട, ഇന്റർവ്യൂ ആളില്ല അതിനെ മതി. അണ്ണാ നമ്മളെ തന്നെ ഇട്ട് അണ്ണാ അപ്പൊ അണ്ണനിപ്പോ അങ്ങനെ താല്പര്യമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തായാലും പെൺകുട്ടികളുണ്ടെങ്കിൽ വിളിക്കുക. എത്ര പെൺകുട്ടി ഉണ്ടെങ്കിൽ എത്രയും ഇതിലൊരു ഈ ഒരു ഇന്റർവ്യൂ ചിലപ്പോ ഒരു കല്യാണം വിളി അല്ലെങ്കിൽ മാരേജ് ബ്യൂറോ ആയി പോയത് ഡൗട്ടുണ്ട്. എങ്കിലും ഒരു രസം നല്ലൊരു ചിരിക്കാനുള്ളവർക്ക് ചിരിക്കാം. പിന്നെ ഈ അപ്പൊ ഇനിയും കാണാം. അപ്പൊ അപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. മറ്റേ ആറാട്ടന്റെ സ്പെഷ്യൽ മൂവ്മെന്റ് പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യുക, അറാട്ടിക്കുകയാണ്. അത് തന്നെ ആറാട്ടുകയാണ്. അപ്പം സിനോഫ് ആറാട്ടണ്ണ ഷമു ഇനി പ്രതീക്ഷിക്കാം.